ലോകം മുഴുവൻ 3500 പുലി ഇന്ന് മുതൽ. അയ്യോ അത് സിനിമയാണല്ലേ. ലോകം മുഴുവൻ 3500 തിയേറ്ററുകളിൽ പുലി. അമ്മമ്മോ. തെരുവുനായി കടിച്ചു പേരിളകിയ പശുവിനെ വെടിവെച്ചു കൊന്നു. ഔ, ഏത് ദുഷ്ടന ഈ പണി ചെയ്യണത്? നാല് കടിച്ച പശുവിനെ പിന്നെയും വെടിവെച്ചു കൊന്നേ. എന്ത് സാധനങ്ങളെ കുറ്റങ്ങളൊക്കെ. ആ, എന്തായി? എന്താ പറഞ്ഞ ഡോക്ടർ? എന്താ പറയണ? നിനക്ക് ഒരു കുഴപ്പമില്ല. ഇല്ലേ? ഗ്യാസ് ആടാ, ഗ്യാസ് ആണ്. അതിനാ പിന്നെ ഐസിയുലൊക്കെ കിട്ടീന്. നീ ഇങ്ങനെ അയ്യോ അത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് കൊണ്ടുപോയി ഇടില്ലേ അവിടെ. എന്തൊരു വേദന. ചേച്ചി, ശ്യാമളേച്ചി, ചേച്ചി. ആ ചേച്ചി, ആശുപത്രിയിലെ വിവരം എന്തുണ്ട്? എന്റെ കൊച്ചു ഐസിയുന്ന് ഇന്നലെ തന്നെ ഇറക്കി. പക്ഷെ പിന്നെ വിളിച്ചിട്ട് ഒരു വിവരവും ഇല്ല. സാരല്ല, എന്നാലും ഐസിയുന്ന് ഇറക്കിയില്ല, സമാധാനായില്ലേ? പക്ഷെ വിളിച്ചിട്ട് കിട്ടണില്ലെന്നേ. ഒരു നേരത്തെ വിളിച്ചാലും കിട്ടൂല ഇതിനകത്ത്. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്. നോക്കട്ടെ. എന്നാ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നമുക്ക് പോവാ. ഹലോ ഹലോ. കട്ടായി. ഇത് തന്നെയാണ്. ഞാൻ ആ എക്സ്ചേഞ്ചിൽ പോയി പരാതി പറഞ്ഞു. അപ്പൊ അവര് പറയണേ വേറെ കണക്ഷൻ എടുക്കാൻ. അതിനാണ് ഒരു 100 വിളിച്ചാലും ഒരിക്കലും കിട്ടൂല. ബെല്ലണ്ട്. ഹലോ, അതെ പറഞ്ഞു കേൾക്കണ്ടോ നിനക്ക്? ഹലോ സത്യേട്ടാ, ഞാനാണ്. ഹലോ, കേക്കണുണ്ടോ? ഹലോ ഹലോ ഹലോ, ശരിക്കും പറ. കട്ടായി പോയോ? ഒന്നാമത്തത് ഇത് റേഞ്ചില്ല ഇവിടെ അല്ലേ? റേഞ്ചൊക്കെ ഉണ്ട്. റേഞ്ചില്ല, കുഴപ്പമാണ്. എന്ത് ചെയ്യൂ നീ? ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്. എന്തായാലും ഇപ്പൊ കിട്ടിയതല്ലേ. ഹലോ, ഞാൻ പറയണ കേൾക്കണ്ടോ നിനക്ക്? ഹലോ, പറഞ്ഞ എങ്ങനെയാണ്? മെല്ലെ പറയേ, ചൂടാവില്ലേ? ഞാനിത് തല്ലിപ്പൊളിച്ച് കളയും. ഹലോ, അതെ അളിയന് കുഴപ്പമൊന്നുമില്ല. അളിയെന്ന് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. എന്താണ്? കേക്കുണ്ടോ പറയണത്? ശരിക്കും പറ, എനിക്കൊന്നും കേൾക്കാൻ പറ്റണില്ല. ഗ്യാസ് ആണ്, ഗ്യാസ്. എന്താണ്? കയ്യിൽ പൈസ ഒന്നുമില്ല, ആകെ തീർന്നു. ഹലോ, തീർന്നു. ചേച്ചി, എന്താണ്? പറയണ കേൾക്കണൊക്കെ ഇടയ്ക്ക് മുറിഞ്ഞു പോയത്. പോവല്ലേ നമുക്ക്? പിന്നെ ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? ഇവിടെ ഇന്നലെ വന്ന് കിടക്കണ ഈ ബെഞ്ചും ചായയും കുടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വായിക്കും രുചിയുള്ള എന്തെങ്കിലും ഒന്ന് മേടിച്ചതാ. നമുക്കൊരു കാര്യം ചെയ്യാം. പോണ വഴിയേ 100 മാന്തള് വാങ്ങാം, നന്നായിട്ട് വാർത്തത് കഞ്ഞി കുടിക്കാം. അതൊന്നും വേണ്ട. പിന്നെ മീനല്ല ഞാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ എന്താണ്? എനിക്കും പൊന്നാറ്റി ഇറച്ചി വേണം. എന്ത്? പൊന്നാറ്റി ഇറച്ചി. നെഞ്ചു വേദന ഉള്ള ആളാണ് പൊറാട്ടി ഇറച്ചി തിന്നിട്ട്. ഒന്നും കുഴപ്പമില്ല, നെഞ്ചോണ്ടല്ലോ തിന്നു, വായോണ്ടല്ലേ. ഈ ബെഞ്ചും ചായയും തന്നെ നേരം വെളുക്കുമ്പോട്ടുണ്ട് വൈകുന്നേരം വരെ. അതെ, നമ്മള് പോണ വഴിക്കേ നല്ല കടയൊന്നും ഇല്ലടാ. കനുണ്ട്, നമ്മുടെ ഇവിടെ കിട്ടുന്നല്ലോ. ബിസ്മി നെറ്റ്നോണ്ട്. ബിസ്മി നെറ്റ്നോണ്ടിന്റെ ഒന്നുമില്ല. ഒരു പൊണാറ്റി എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടാ മറ്റേ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ പോയിട്ട് ഈ ബില്ലടച്ച് വരട്ടെ. എന്നിട്ട് ബാക്കി ഉണ്ടാക്കി നമുക്ക് നോക്കാം കേട്ടോ. ബാക്കി ഉണ്ടെങ്കിലാ ആ പൊറാത്ത ചിക്കൻ കാശ് കഴിച്ചിട്ട് ബാക്കി അടച്ചാൽ മതി അവിടെ കേട്ടാ. ബാക്കി നീ കഴിക്കാന്നത് എന്താളിയണെന്ന് നെഞ്ചുവേദന വന്നൊരാളിനോട് പീ പറയണ. ശ്യാമലയുടെ കരച്ചിൽ കേൾക്കുമ്പോഴാ ആ ആങ്ങളെ ചെറുക്കന് ഈ പ്രായത്തിൽ ചോറ് വാരി കൊടുക്കുകയാ. അത്ര സ്നേഹ. ഒന്ന് വിളിച്ചു ചോദിക്കും മോനെ. അതാ ഫോൺ വിളിക്കുന്നില്ല. ഫോൺ നീങ്ങിയില്ല.
ഹലോ ഹലോ സത്യശീല മന്മഥനാണ്. അത് കേട്ടത് നേരാണോ? ആ മന്മഥ കേൾക്കുന്നില്ല. ഹലോ അതെ, എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്തായിന്ന്? ഹലോ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ബില്ലടക്കാൻ കുറച്ച് താമസം ഉണ്ടായി. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇറങ്ങാണ്. ഹലോ അതെ സത്യശീല, ഒന്നും കേൾക്കാൻ വേണ്ടി റേഞ്ച് ഉള്ളിടത്തോടൊന്ന് സംസാരിക്കും അങ്ങോട്ട്. എന്താണ്? കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞോ? ഓ, എന്ത് മനുഷ്യനായിരുന്നു. ചേച്ചി വിഷമിക്കില്ലേ ചേച്ചി? സംസാരിക്കാനും പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അതെ, എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം ചെയ്യ ഉണ്ണി, ആ ബാബുവിന്റെ കടയിൽ പോയിട്ട് ഒരു 50 കസേര ടാർപ്പയ്ക്കുള്ള ഏർപ്പാടുണ്ടാക്ക്. ആയിക്കോട്ടെ. 2000 രൂപ വാങ്ങി ഇന്നലെ. കാലിന് മനുഷ്യരാന്ന് എന്താണ് ഉണ്ണി ഇത്? ഒരാൾ മരിച്ചു കിടക്കും, പിന്നെ അതും പറഞ്ഞു അതൊരു പനി വന്നു പറയാൻ കളയി. പോയി ഞാൻ ഏർപ്പാടുണ്ടാക്കും. ആ കവലയിലൊക്കെ അറിയിച്ചോ കേട്ടോ. പിന്നെ സുമേഷേട്ടാ, പെട്ടിക്കുള്ളി ദീപിക്കണില്ലേ, ആ ടീമിനെ ഒന്ന് വിളിക്കണം. അപ്പൊ വെറും ചിരട്ടയ്ക്ക് വേണ്ടേ? പിന്നെ വേണ്ടാതെ മുറ്റത്തിട്ടാണോ ദീപിക്കണേ? ഒന്ന് ഏർപ്പാടുണ്ടാക്ക്. അറിയാൻ പറ്റുന്ന അടുത്തൊക്കെ അറിയിച്ചോ കേട്ടോ. ബാക്കി ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഹലോ അതെ ഞാനാണ്. നമ്മുടെ ആ സത്യശീലന്റെ അളിയനില്ലേ, ശീതളൻ. ഹലോ ഹലോ അതെയാ, നമ്മളിവിടുന്ന് കഴിച്ച ബീഫ് ഉണ്ടല്ലോ, ഞാനും പോങ്ങ. പോത്തോ? പോത്തന്നല്ലേ ബീഫ്, പോങ്ങാന്ന്. പോർക്കോ? ഇന്ന് പറഞ്ഞ മനസ്സിലാവാത്, പോക്കും കേസാന്ന്. പോക്കാണ്. വെട്ടി വിഴുങ്ങുമ്പോ ആവുന്നുണ്ടായിരുന്നല്ലോ, നല്ല തീറ്റായിരുന്നല്ലോ. നീ വേറൊരു കാര്യം, ഈ ബീഫ് കഴിച്ചു എന്നുള്ള കാര്യം പുറത്താരും അറിയണ്ട. വേണ്ടി കൊടുക്കേണ്ടി വരും. വേണ്ടി കൊടുക്കേണ്ടി വരുന്നല്ല, പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കല്യാണം കൊല്ലും. അതെ അതിനല്ലേ. അതെയാ, നെഞ്ചുവേദനയായിട്ട് ആശുപത്രിയിലേക്ക് എത്തിയ അലിയനാണ് ഞാൻ. ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കൊണ്ടേക്കൂടെ? നെഞ്ചുവേദന ഉള്ള ആളാണ് ബീഫ് തിന്നിരുന്നത്. അങ്ങനെയുള്ള ആൾക്ക് നടക്കുകയും ചെയ്യാം. ഓട്ടോറിക്ഷ ഒക്കെ അത് കിട്ടുമ്പോ കയറാം. വാ, കാശ് ഞാൻ കൊടുക്കാം. കാശ് കൊടുക്കോ? നമുക്ക് എന്തായാലും കയറാം. അല്ല, അതിനുള്ള പൈസ അവിടെ നിന്റെ കയ്യില്? അലിയന അവിടെ വെച്ച ടിപ്പില്ലേ, അതിനടുത്തു പൈസ നീ എടുത്തോ? വല്ലാത്ത പാവിയാണ് നീ. തട്ടിപ്പ് കേട്ട അവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കസേരൊക്കെ ഒന്ന് അടുക്കിയിട്ട് അങ്ങോട്ട് കസേര അടുക്കിയിട്ട് ഒരു നിമിഷം അതിൽ കേട്ടോ. ഹലോ ഹലോ സാറേ, കട്ടൻ കുടിച്ചായിരുന്നോ? വേണ്ട വേണ്ട വേണ്ട, ഇരിക്കും. അല്ല, ഇന്നലെയും കൂടി കണ്ടുള്ളൂ. അവൻ നല്ല മനുഷ്യനായിരുന്നു. പെങ്ങളുടെ അടുത്ത് വന്നു മുമ്പ് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച. അല്ല, അവൻ ആരെ കണ്ടാലും സംസാരിച്ചിട്ട് പോകും. അങ്ങനെ ഒരു നല്ല സ്വഭാവക്കാരനായിരുന്നേ. എല്ലാവരും അറിയിച്ചാ? അറിയിച്ചു. ഞാൻ വിളിച്ചോണ്ടിരിക്കുക സാർ. ഇരിക്കണേ സാറേ, ഞാൻ ഒന്ന് നിന്ന് ഏർപ്പാട് ചെയ്തു. എന്ത് സംഭവിച്ചാ? മരിച്ചതാണ്. അത് മനസ്സിലായി. എന്തോന്ന് മരിച്ചാന്ന് ചോദിച്ചത്? നെഞ്ചുവേദന പറഞ്ഞത്. ഒന്നാമത്താണ് എന്ത് മരിപ്പാ? അറ്റാക്ക്. അത് പുള്ളിനെ കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഒന്നും മിണ്ടായിരിക്കും സാറ്. അല്ല, എന്തായാലും ആള് ഭാഗ്യം ചെയ്ത മനുഷ്യനാട്ടോ. അളിയന്റെ തമാശ കേട്ട് ചിരിച്ചിരിച്ചല്ലേ പോയത്. ഭാഗ്യം ചെയ്യണം. രതീഷേ, നമ്മുടെ സത്യശീലന്റെ അളിയനുണ്ടല്ലോ, ശീതളൻ, ആള് മരിച്ചു പോയേ. മുഹൂർത്തോ? എടാ മരിച്ചു മരിച്ചു പോയി. ഹലോ ഹലോ എന്നൊക്കെ പറയാൻ നിക്കണേ. ഇല്ലേ, എന്താ മരിച്ച വീടല്ലേ? ഈ പിള്ളേര് കിടന്ന് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് അവർക്ക് 2 പുള്ളു കൊടുക്കണ്ടേ? അതെ, ആദ്യം ഇവിടുത്തെ ചടങ്ങൊക്കെ ഒന്ന് കഴിയട്ടെ. നമുക്ക് സത്യശീലനോട് പറഞ്ഞ് ഏർപ്പാടുണ്ടാക്കാം. നിങ്ങൾ പോയി അത് ചെയ്യാൻ കേട്ടോ. മറക്കരുത്. അത് ചെയ്ത് കൊടുക്കാം അങ്ങോട്ട്. ഹലോ ഹലോ എന്താ അളിയാ? എന്താ പന്തല് റീത്തൊക്കെ? ശ്യാമളേ ശ്യാമളേ ശ്യാമളേ
അപ്പൊ നിനക്കൊന്നും പറ്റിയില്ലേ? എനിക്കിനി എന്ത് പറ്റാനാണ്? എന്നാ എന്താ സംഭവം? ഈ സത്യശീലിന്റെ അളിയല്ലേ ശീതളൻ, ആ അയാള് മരിച്ചു. ഞാനോ? എപ്പോ? അല്ല, ഇത് മറിയാണ്. ഇയാളാണോ ശീതളൻ? ആയിരിക്കും ശീതള പോയില്ലേ? ശീതള ഓടിക്ക് പോയി. ശീതളല്ലേ വരുന്നത്? ഇതെന്താ സംഭവം? ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരെ റീത്തായിട്ട് വന്നല്ലോ. നീ മരിച്ചു പറഞ്ഞേ? ആര്? ഞാനാ? ആര് പറഞ്ഞേ? നീ മനുഷ്യൻ. അലിയാ അളിയൻ മരിച്ചു ഞാൻ പറഞ്ഞതിനോട് എപ്പോ പറഞ്ഞു? ഞാൻ വിളിച്ചപ്പോഴത്തേനും പറഞ്ഞില്ലേ തീർന്നു പോയിന്ന് പറഞ്ഞില്ലേ? തലക്കം തന്നാലുണ്ടല്ലോ എടി, അത് പോക്കറ്റിലെ പൈസ എല്ലാം തീർന്നു പോയി പറഞ്ഞാണ്. ഞാൻ വിളിച്ചപ്പോ കഴിഞ്ഞു എന്ന് പറഞ്ഞതാ. എന്റെ ചങ്ങായിയെ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഞങ്ങൾ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങാട് പറഞ്ഞതല്ലേ. എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോ തന്നെ ഞാൻ തീർന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ചൂലേ? ആരാ നിന്നോട് ഈ പന്തലിടാൻ പറഞ്ഞു? ഇവിടെ ആരാ പന്തലിടാൻ പറഞ്ഞേ? പോവാൻ പറ്റാ നീ സദ്യ എടുത്തിട്ട് പോയാ നീ. എന്നോട് ചാടി കളിച്ചിട്ട് എന്താണ് കാര്യം? എന്റെ ഫോൺ കണക്ഷന്റെ കുഴപ്പമാണ്. വിളിച്ചാ കിട്ടുവോ? എനിക്ക് കിട്ടിയാൽ തന്നെ പകുതിയല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു ഫോൺ കണക്ഷൻ കാരണം സ്വന്തം മരണത്തിന്റെ പന്തലിരുന്ന് കാണാൻ പറ്റി. എന്നാലും എന്റെ ചേച്ചി മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.